ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്നത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യമാണ്. ആ വാക്യം ഇപ്രകാരം നമ്മളോട് പറയുകയാണ്: നീ ചെന്ന് വടക്കോട്ട് നോക്കി ഈ വചനങ്ങളെ വിളിച്ചു പറയുക, വിശ്വാസത്യാഗിനിയായ ഇസ്രായേലെ, മടങ്ങി വരിക എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ദൈവം നമ്മളോട് ഇന്ന് അരുളി ചെയ്യുകയാണ്. നമ്മുടെ ഓരോ അനുദിന ജീവിതത്തിലും ദൈവം നമ്മളോടൊരു കാര്യം പറയുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം? മടങ്ങി വരണം. നമ്മൾ ഒരു ദിവസം തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറിച്ചിട്ടുകൊണ്ട് നമ്മൾ തുടങ്ങേണ്ട ഒരു കാര്യമാണ്, നമ്മളൊരു വാക്യമാണ്, ഒരു പദമാണ് മടങ്ങി വരിക. അപ്പോൾ ദൈവം നമ്മളോട് നല്ല ചെയ്യുകയാണ്, മടങ്ങി വരിക. അപ്പോൾ തൻ്റെ വിശുദ്ധ ജനമായ ഇസ്രായേൽ വിശ്വാസത്തെ വിട്ട്, ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തെ വിട്ട് ലോകത്തിൻ്റെ വഴികളിലേക്ക് പോകുമ്പോൾ ദൈവം തൻ്റെ പ്രവാചകനിലൂടെ അരുളി ചെയ്യുകയാണ്, മടങ്ങി വരിക. അപ്പോൾ നമ്മളും ദൈവത്തെ വിട്ട് പലപ്പോഴും അന്യപ്പെട്ട് അകന്നുപോയി ദൈവഹിതമല്ലാത്ത രീതിയിൽ ജീവിക്കാറുണ്ട്, പല പാപങ്ങളിൽ വീഴാറുണ്ട്, ലോകത്തിലേക്ക് പോകാറുണ്ട്, ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് പോകാറുണ്ട്. എന്നാൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് പല അശുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ കാണേണ്ടി വന്നേക്കാം, ചിലപ്പോൾ ചിലപ്പോൾ ചിന്തിക്കേണ്ടി വന്നേക്കാം, ചിലപ്പോൾ അറിയാതെ തെറ്റുകൾ വന്നേക്കാം. അങ്ങനെ നമ്മൾ തിന്നാറി പോകാതെ നമ്മൾ ആ ഒരു തെറ്റ് വന്നാലും ദൈവത്തോട് മാപ്പ് ചോദിച്ച് നമ്മൾ മടങ്ങി വരാനായിട്ട് ദൈവം നമ്മളോടൊന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നത് എന്താണ്? ഞാൻ നിങ്ങളോട് കോപം കാണിക്കുകയില്ല, ഞാൻ കരുണയുള്ളവൻ, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. നമ്മുടെ ദൈവത്തോട് നമ്മൾ തിരികെ ചെല്ലുവാൻ നമ്മൾ ഒരിക്കലും മടിക്കരുത്. അപ്പൻ്റെ അടുക്കലേക്ക് തെറ്റ് ചെയ്താലും മക്കളായ നമ്മൾ തിരികെ പോകാൻ മടിക്കരുത്. അപ്പോൾ ദൈവം എന്ന് പറയുന്നത് മനുഷ്യരെ പോലെയല്ല. മനുഷ്യരെന്നാൽ ഒരുവൻ തെറ്റ് ചെയ്താൽ അവൻ്റെ തെറ്റിനെ ഓർത്ത് അവനെക്കുറിച്ചുള്ള കോപം ഹൃദയത്തിൽ സംഗ്രഹിച്ചു വയ്ക്കും. പക്ഷെ നമ്മുടെ ദൈവം അങ്ങനെയല്ല. നമ്മുടെ ദൈവം സ്നേഹവാനായ ദൈവമാണ്. ആ ദൈവം കോപിച്ചാൽ അല്പനേരത്തേക്കേ ഉള്ളൂ. ആ കോപം നമ്മെ തകർക്കാനല്ല, ആ കോപം നമ്മെ പണിഞ്ഞെടുക്കാനാണ്. ആ കോപം നമ്മുടെ തെറ്റുകളെ ഉണർത്താനാണ്, നമ്മെ തിരിച്ച് ദൈവത്തിലേക്ക് കൊണ്ടുവരാനാണ്. അപ്പോൾ നമ്മുടെ ദൈവം ഒരിക്കലും എന്തില്ല, നമ്മൾ ദൈവത്തെ അങ്ങനെ അന്യനായിട്ട് കാണേണ്ടതില്ല. അപ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയുന്നു, ഞാൻ കരുണയുള്ളവൻ. നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാണ്. ആ കരുണയുള്ള ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമ്മൾ മടങ്ങി ചെല്ലുവാനായി തയ്യാറാകണം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളൊരു കാര്യം ചിന്തിച്ചു കൊള്ളണം, മടങ്ങി വരിക എന്നൊരു പദം നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിടണം. ഞാൻ അതിനോടൊപ്പം തന്നെ പറയുകയാണ്, യാക്കോബ് 4-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. അപ്പോൾ ദൈവം പറയുകയാണ്, ദൈവത്തോട് നിങ്ങൾ അടുത്ത് ചെല്ലുക, മറ്റാരിലോട്ടും അല്ല, ദൈവത്തിലേക്ക് നിങ്ങൾ തിരികെ അടുത്ത് ചെല്ലുക. എങ്കിൽ ആ ദൈവം നിങ്ങളോടും അടുത്ത് വരാൻ തയ്യാറാണ്. അപ്പോൾ ആ ദൈവത്തോട് അടുത്ത് ചെല്ലേണ്ടത് ഇപ്രകാരമാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ പടി ഇതാണ്. അതിൻ്റെ 13-ാം വാക്യം ഇങ്ങനെ പറയുന്നു, പച്ചമരത്തിൻ കീഴിലൊക്കെ ഈ മന്യന്മാരോട് ദുർമാർഗമായി നടന്നതും എൻ്റെ വാക്ക് കേട്ടനുസരിക്കാതെ ഇരുന്നതുമായ നിന്റെ അകൃത്യം സമ്മതിക്കുക മാത്രം ചെയ്യുക എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ദൈവം നമ്മളോട് പറയുകയാണ്, ഒന്നാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ തെറ്റുകളെ സമ്മതിക്കുക. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുക. മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ശുദ്ധീകരണം, യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ മടങ്ങി വരാം, നമുക്ക് മുന്നിലേക്ക് യാത്ര തുടരാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.